ഗുഡ് മോർണിംഗ്. നമ്മൾ ഫ്യൂസ് വയറിന്റെ കാര്യമാണ് നോക്കിയിട്ടിരുന്നത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്യൂസ് വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും നിർത്തിയായിരുന്നു. അപ്പൊ നമ്മൾ ഫ്യൂസ് വയറിന്റെ മെൽറ്റിങ്ങിന് കാരണങ്ങൾ പഠിച്ചു. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ് ആണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യാനുള്ള രണ്ട് കാരണങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് എന്താണ് ഫ്യൂസ് വയർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി യു നോ ദാറ്റ് according to Joule's law, more heat will be produced when electric current is increased. What happens to the fuse wire due to this? എന്താണ് ജൂൾസ് ലോ അനുസരിച്ച് നിങ്ങൾക്ക് അറിയാം. ജൂൾസ് ലോ എന്താണ് പറയുന്നത്? ജൂൾസ് ലോ പറയുന്നത് പഠിച്ചില്ലേ? എന്താണ് ജൂൾസ് ലോ പറയുന്നത്? H is equal to I square RT. H എന്ന് പറയുന്നത് I square RT ആണ് ആണല്ലോ. ജൂൾസ് ലോ പറയുന്നത് H is equal to I square RT എന്നാണ്. അപ്പൊ ജൂൾസ് ലോ അനുസരിച്ച് തന്നെയാണ് കറണ്ട് കൂടുമ്പോ ഹീറ്റ് കൂടും ആണല്ലോ. അതാണ് ഇത് ക്വസ്റ്റ്യൻ പറയുന്നത്. കറണ്ട് കൂടുമ്പോ ഒരു സർക്യൂട്ടിൽ തന്നെ കറണ്ട് കൂടുമ്പോ അവിടെ ആ സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടും കൂടും. അങ്ങനെ വരുമ്പോ ഫ്യൂസ് വയറിന് എന്താണ് സംഭവിക്കുന്ന ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു ഫ്യൂസ് വയർ ഡ്യൂ ടു ദിസ്? അങ്ങനെ കറണ്ട് കൂടുതൽ വരുമ്പോ എന്ത് ഫ്യൂസ് വയറിൽ ഹീറ്റ് കൂടുതൽ ആണല്ലോ. ഒരു സർക്യൂട്ടിൽ കറണ്ട് കൂടുതലാവുമ്പോ ഹീറ്റ് കൂടുതലാവും. അപ്പൊ ഫ്യൂസ് വയറിന് എന്താണ് പ്രത്യേകത? ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ അവിടെ ഹീറ്റ് ഫ്യൂസ് വയറിന് ചെറിയൊരു എമൗണ്ട് ഹീറ്റ് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ആ ഹീറ്റ് അത് ഏതൊരു ഡിവൈസിലും ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന ഏതൊരു ഡിവൈസിലും ഹീറ്റ് ഉണ്ടാവും. അപ്പൊ ഫ്യൂസ് വയറിനും അതേപോലെ ചെറിയ രീതിയിൽ ഹീറ്റ് ഉണ്ടാവും. ചെറിയ രീതിയിൽ ഹീറ്റ് ഫ്യൂസ് വയർ സറൗണ്ടിങ്ങിലേക്ക് കൊടുത്തിട്ടാണ് അതിന്റെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ എമൗണ്ട് ഹീറ്റ് കൂടുതൽ എമൗണ്ട് കറണ്ട് ആ സർക്യൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വയറിലേക്ക് വരുന്ന ഹീറ്റിന്റെ എമൗണ്ട് കൂടും. അപ്പൊ ഫ്യൂസ് ലോ മെൽറ്റിംഗ് പോയിട്ടുള്ള ഫ്യൂസ് എന്തോ അത് പെട്ടെന്ന് ഉരുക്കി തീരാണ് ചെയ്യുന്നത്. ഫ്യൂസ് ബ്രേക്ക് ആവും. എന്താ അപ്പൊ ഇവിടെ എന്ത് ചെയ്താം? ഫ്യൂസ് വയർ ബേൺസ് എന്നുവെച്ചാൽ ഫ്യൂസ് വയർ ചൂട് കൂടുമ്പോൾ ഫ്യൂസ് വയർ ബേൺ ചെയ്ത് പൊട്ടിപ്പോകും. എന്താണ് വേറെ ഒന്നും പൊട്ടൂല. ഫ്യൂസ് വയർ പൊട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വീട്ടിലേക്കുള്ള കറണ്ടിന്റെ സപ്ലൈ അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ അങ്ങനെയാണ് ഫ്യൂസ് വയർ നമ്മുടെ ഡിവൈസസിനൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ഫ്യൂസ് വയർ ഇല്ലെങ്കിൽ ആ കൂടുതൽ തന്നെ കറണ്ട് നമ്മുടെ എല്ലാ ഡിവൈസിലേക്കും വരും അല്ലെ? ഇപ്പൊ ടി വി, ഫ്രിഡ്ജ് അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കത്തിപ്പോകും. അപ്പൊ അതിന് പകരം ഈ ഫ്യൂസ് വയർ കത്തിത്തീരാണ് ചെയ്യുന്നത്. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത. അപ്പൊ കറണ്ട് കൂടുമ്പോ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂസ് വയർ ബേൺ ചെയ്യും. When heat is generated, why does the fuse wire melt? ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടു ഹീറ്റ് ഒരു സർക്യൂട്ടിൽ ഹീറ്റ് കൂടുമ്പോ കറണ്ട് കൂടുമ്പോ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുമ്പോ എന്താ സംഭവിക്കുക? ഫ്യൂസ് വയർ മെൽറ്റ് ആവും. ഫ്യൂസ് വയർ മെൽറ്റ് ആവും. മെൽറ്റ് ആവാൻ കാരണം എന്താണ്? ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ചെറിയൊരു ചൂട് അല്ലെങ്കിൽ അവർ മെൽറ്റിംഗ് പോയിന്റ് ലോ ആക്കി വെച്ചത് എന്തുകൊണ്ടാണ്? ഒരു എമൗണ്ടിൽ കൂടുതൽ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫ്യൂസ് വയർ ബേൺ ചെയ്ത് പോകണം അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂസ് വയറിന്റെ പ്രത്യേകത ലോ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകുന്നത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ്. When fuse wire melts, the circuit is broken. What happens to the current in the circuit? എന്താണ് ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. ബേൺ ചെയ്യുന്നത് മെൽറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് വയർ കറണ്ട് കൂടുതലായുമ്പോൾ ഹീറ്റ് വരും. ഹീറ്റ് വരുമ്പോൾ ഫ്യൂസ് വയർ പൊട്ടും അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യും. ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആവും. സർക്യൂട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്ന ചോദ്യം. എന്താണ്? കറണ്ടിന്റെ ഫ്ലോ ഇന്ററപ്റ്റ് ആവും. കറണ്ട് ഫ്ലോ ഗെറ്റ്സ് ഇന്ററപ്റ്റഡ് അല്ലെങ്കിൽ കറണ്ടിന്റെ ഫ്ലോ അവിടെ തടസ്സപ്പെടും. വീട്ടിലേക്ക് പിന്നെ കറണ്ട് വരില്ല. അവിടെ വെച്ചിട്ട് കറണ്ടിന്റെ ഫ്ലോ സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. Why is the fuse used in circuit called safety fuse? Explain. എന്തുകൊണ്ടാണ് ഫ്യൂസിൽ നമ്മൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്? എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ എക്സ്പ്ലനേഷന്റെ ആൻസർ, ആ ക്വസ്റ്റ്യൻ ആൻസർ, എന്തുകൊണ്ടാണ് ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നത്? അതൊന്നും ഫ്യൂസ് എന്ന് പറഞ്ഞാൽ മതിയില്ലേ? നമ്മൾ എന്തിനാണ് അതിന്റെ മുമ്പിൽ ഒരു സേഫ്റ്റി എന്ന് വാക്ക് ചേർക്കുന്നത്? അപ്പൊ അതിന്റെ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മുടെ പേജ് നമ്പർ 21 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേജ് നമ്പർ 21 എടുത്തിട്ട് എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലെ? അപ്പൊ പേജ് നമ്പർ 21 എടുക്കാം. എന്താണ് പറയുന്നത്? During the entire time of the passing of current through a circuit, a small amount of heat is generated at the fuse wire. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സർക്യൂട്ടില് കറണ്ട് പാസ് ചെയ്യുന്ന അവിടെ എന്തുണ്ടാവും? ഓട്ടോമാറ്റിക്കലി അവിടെ ഹീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഫ്യൂസ് വയറിന് കുറച്ച് ഹീറ്റ് ഉണ്ടാവും.
എന്നാണ് പറയുന്നത്. എന്താണ് ഡ്യൂറിംഗ് ദ എൻറ്റയർ ടൈം ഓഫ് പാസിംഗ് കറണ്ട് ത്രൂ സർക്യൂട്ട്. സർക്യൂട്ടിലൂടെ എന്താണ് എപ്പോഴും കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കറണ്ട് വന്നില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ സമയത്തും കറണ്ട് വന്നതുകൊണ്ട് തന്നെ ഈ ഫ്യൂസ് വയറിൽ ഒരു ചെറിയ എമൗണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യണേ ഹീറ്റിനെ? ബട്ട് ദിസ് ഹീറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ സറൗണ്ടിങ്സ്. പക്ഷെ ആ ഹീറ്റിനെ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ചുറ്റിലേക്ക് കൊടുക്കുകയാണ്, സറൗണ്ടിങ്സിലേക്ക് കൊടുത്ത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യും. അതിന്റെ എന്താണ് ഫ്യൂസ് വയർ പുറത്തായിരിക്കും അല്ലെ? അപ്പൊ ഫ്യൂസ് വയർ എന്താണ് അതിന്റെ സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്, പുറത്തേക്ക് അതിന്റെ ഹീറ്റിനെ വിടും. When that current flows into the circuit exceeds the permissible limit. ഒരു ലിമിറ്റ് ഉണ്ടല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ലിമിറ്റ് ഉണ്ട് അല്ലെ? സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കൂടുതൽ കറണ്ട് ഈ പെട്ടെന്ന് കൂടുതൽ കറണ്ട് വരാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? When the current that flows into the circuits exceeds the permissible limit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവിൽ കൂടുതൽ കറണ്ട് ആ സർക്യൂട്ടിലേക്ക് ഒഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേറ്റഡ് ബിക്കംസ് എക്സസീവ്. അവിടെ വന്ന ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കൂടും അല്ലെ? നോർമൽ ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഫ്യൂസിൽ ഒരു ചെറിയ ഹീറ്റേ വരുള്ളൂ, അത് അതിന്റെ സറൗണ്ടിങ്ങിലേക്ക് കൊടുക്കാണ്. പക്ഷെ എക്സസീവ് എമൗണ്ട് കറണ്ട് വരാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് കറണ്ട് വരാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റിന് ആ സർക്യൂട്ടിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതിനായും എമൗണ്ട് കറണ്ട് ആ സർക്യൂട്ടിലേക്ക് വരാന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റും കൂടുതലായിരിക്കുമല്ലോ. കറണ്ട് കൂടുന്തോറും ആ സർക്യൂട്ടിൽ തന്നെ ഹീറ്റും കൂടും അല്ലെ? അപ്പൊ ഹീറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? The heat generated become excessive. Heat ഭയങ്കര കൂടുതലാവും. Since more heat is generated in unit time than the heat transmitted, the fuse wire melt. അപ്പൊ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. എന്താണ് ഈ ഫ്യൂസിന് പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്നൊരു ഹീറ്റ് ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു സർക്യൂട്ടില് കറണ്ട് വരുമ്പോ ഫ്യൂസ് വയറിൽ കുറച്ച് ഹീറ്റ് ഉണ്ടാവും, ആ ഹീറ്റ് പുറത്തേക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ സർക്യൂട്ടിൽ ഈ ഫ്യൂസ് വയറിന് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നതിലധികം ഹീറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റിലല്ലേ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഫ്യൂസ് വയറിന്. അതിൽ കൂടുതൽ ഹീറ്റ് ആ ഫ്യൂസ് വയറിലേക്ക് ഫ്ലോ ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് വയറോടെ മെൽറ്റ് ആവും എന്നാണ് പറയുന്നത്. സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്താണെന്നാണ് അടുത്ത ഡെഫിനിഷൻ. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് us and the appliances from danger when an excessive current flows through the circuit. ഒരു സർക്യൂട്ടില് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു ലാർജ് എമൗണ്ട് കറണ്ട് കയറി വരാന്നുണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കും? ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ അപ്ലയൻസസിനെ സഹായിക്കുന്ന പറയുന്നത്. കാരണം എന്താണ് നമ്മളെ സഹായിക്കുന്ന പറയാൻ കാരണം എന്താണ്? കാരണം എന്താണ്? ഈ പെട്ടെന്ന് ഒരു കറണ്ട് കയറി വരുമ്പോ ഫ്യൂസ് ഇല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് ഒക്കെ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്യൂസ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറണ്ട് കയറി വരുമ്പോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കൂടും. അപ്പൊ ആ ഹീറ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? കത്ത് പിടിക്കാം. അപ്പൊ നിങ്ങൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഫ്രിഡ്ജ് കത്തി. അപ്പൊ ഇതിലൊക്കെ എന്താണ് ഈ ഫ്യൂസ് വയറിലുള്ള കുഴപ്പമാണ്. അപ്പൊ എന്താണ് അപ്പൊ ഉപകരണങ്ങളൊക്കെ കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ രാത്രിയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവനെ ആവത്തായിരിക്കും. അതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ മുമ്പിൽ ഒരു പേര് വന്നത്. ഫ്യൂസിന്റെ മുമ്പിൽ സേഫ്റ്റി വരാൻ കാരണം എന്താണ്? നമ്മുടെ ഉപകരണങ്ങളെ ഈ സേഫ്റ്റി ഫ്യൂസ് വഴി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആ ഫ്യൂസിന് സേഫ്റ്റി എന്ന പേര് ഫ്രണ്ടിൽ വന്നത്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ് സേഫ്റ്റി ഫ്യൂസ്? എന്താണ് സേഫ്റ്റി ഫ്യൂസ്? ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട്സ് us and the appliances from danger when an excessive current flows through the circuit. പ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് കറണ്ട് ഒരു സർക്യൂട്ടിൽ വരുമ്പോൾ നമ്മളെയും നമ്മുടെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്താണെന്ന് മനസ്സിലായില്ലേ? Is the current passing through the different circuit are same? എന്താണ് പല സർക്യൂട്ടിൽ പല രീതിയിലാണ് കറണ്ട് പോകുന്നത് അല്ലെ? ചില ഉപകരണങ്ങൾക്ക് കുറെ എമൗണ്ട് കറണ്ട് വേണം, ചിലതിന് കുറച്ച് എമൗണ്ട് കറണ്ട് മതി. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ സർക്യൂട്ടിനും സേഫ്റ്റി ഫ്യൂസ് അവർ എത്ര കറണ്ടാണ് എടുക്കുന്നതിനനുസരിച്ചുള്ള സേഫ്റ്റി ഫ്യൂസ് ആണ് ഓരോ എക്യുപ്മെന്റ്സിന് നമ്മൾ വെക്കാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഡിഫേഴ്സ് ഫ്രം വൺ ആംപിയൻസ് ടു അതർ. അറിയാലോ നമുക്കല്ലേ? നമ്മൾ ഒരു ടി വി ഉപയോഗിക്കുന്ന കറണ്ട് ആയിരിക്കില്ല നമ്മുടെ ഫാൻ ഉപയോഗിക്കുന്നത് അല്ലെ? ഫാൻ ഉപയോഗിക്കുന്ന കറണ്ട് അല്ല ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ ഡിവൈസിനും എന്താണ് കറണ്ട് ഇന്റൻസിറ്റി എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന കറണ്ടിന്റെ അളവ് വ്യത്യസ്തമാണ്. Hence, fuse wires of appropriate amperage should be selected. ഒരു പുതിയ വാക്കുകൾ പഠിക്കാണ് ആംബറേജ്. എന്താണ് ഫ്യൂസ് വയർ? ആംബറേജ്. ഫ്യൂസ് വയറിന് നമ്മൾ പറയുന്നത് ആംബറേജ്. ആംബറേജ് അനുസരിച്ചുള്ള ഫ്യൂസ് വയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആംബറേജ് എന്താണെന്ന് നമ്മൾ അടുത്ത് നോക്കാം കേട്ടോ. പുതിയ വാക്കാണ് ആംബറേജ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആംബറേജ് എന്താന്ന് നോക്കാം. ആംബറേജ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആംബറേജ് A is the ratio of the power of an equipment to the voltage applied.
ഇതാണ് അതിന്റെ റേഷ്യോ ആണ് അല്ലെ. പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ആംപറേജ് നമുക്ക് ഇങ്ങനെ എഴുതാം. Amperage is equal to ratio എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ratio of the power of an equipment. ഏത് ഉപകരണം ഞാൻ പറഞ്ഞല്ലേ, പല എക്യുപ്മെന്റ്സിനും പല ആംപറേജ് ആണ്, അല്ലെങ്കിൽ പല ഫ്യൂസ് വയർ ആണ് നമ്മൾ എടുക്കുക. ഈ ഫ്യൂസ് വയറിന്റെ സെലക്ഷൻ ഈ ബേസ്ഡ് ഓൺ ആംപറേജ് ആണ്. അപ്പൊ ഫ്യൂസ് വയർ ആംപറേജിനെ ബേസ് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആംപറേജ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ആംപറേജ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ പവർ ഡിവൈഡഡ് ബൈ ആ വസ്തുവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അപ്പൊ പവർ ഓഫ് ആൻ എക്യുപ്മെന്റ്, power of an equipment to the voltage applied. അതാണ് ആംപറേജ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ആംപറേജ് ഈസ് ദ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ആംപറേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ആംപറേജ് ഇൻക്രീസസ് വിത്ത് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. എന്താണ്, കട്ടി കൂടുന്നതും ആംപറേജും ഇൻക്രീസ് ചെയ്യും. കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന വസ്തു, അതിന്റെ തിക്നെസ് കൂടുന്തോറും നമുക്ക് ആംപറേജ് കൂടുതൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആംപറേജ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ഫ്യൂസ് വയർസ് ഓഫ് അപ്രോക്സിമേറ്റ് ആംപറേജ് ഷുഡ് ബി സെലക്ടഡ്. അപ്പൊ ഫ്യൂസ് വയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആംപറേജിന്റെ ബേസിലാണ്. ആംപറേജ് എന്ന് പറയുന്നത് എന്താണ്, പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ഓരോ വസ്തുവിന്റെ പല പല എക്യുപ്മെന്റ്സിന് പല പല പവർ ആണല്ലേ. അപ്പൊ ഏത് എക്യുപ്മെന്റ് ആണോ നമ്മൾ എടുക്കുന്നത് ആ എക്യുപ്മെന്റിന്റെ പവർ ഡിവൈഡഡ് ബൈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതാണ് ആംപറേജ്. അപ്പൊ ഓരോ ഡിവൈസസിനും ആംപറേജ് വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ, ഓരോ എക്യുപ്മെന്റിന്റെ പവർ വ്യത്യാസമുണ്ടോ. അപ്പൊ അതുപോലെയാണ് ഫ്യൂസ് വയർ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്, നമ്മുടെ ഒരു എക്യുപ്മെന്റ് ഒരു സർക്യൂട്ടിലേക്കുള്ള ഫ്യൂസ് വയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആംപറേജ് നോക്കിയിട്ടാണ്. ഫ്യൂസ് വയർ ആർ സെലക്ടഡ് ബേസ്ഡ് ഓൺ ദ ആംപറേജ്. ഫ്യൂസ് വയർ സെലക്ട് ചെയ്യുന്നത് ആംപറേജിനെ നോക്കിയിട്ടാണ്. ആംപറേജ് എന്താണ്, ആംപറേജ് നിങ്ങൾക്ക് പുതിയ വാക്കാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആംപറേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ഡിവൈഡഡ് ബൈ ദി ടു വോൾട്ടേജ് അപ്ലൈഡ്. പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ബൈ വോൾട്ടേജ് അപ്ലൈഡ്. അങ്ങനെയാണ് നമ്മൾ ആംപറേജ് കണ്ടുപിടിക്കുക. അപ്പൊ എന്താണ് താഴെ നോക്കാം. ആംപറേജിന്റെ കാര്യം മനസ്സിലായില്ലേ. When a fuse wire is included in a household wiring, what precautions are to be taken? Let's see. എന്താണ്, നമ്മുടെ വീട്ടിൽ വയർ ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്യൂസ് വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെ ഫ്യൂസ് വയർ വെക്കുമ്പോ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളതെന്നാണ് പറയുന്നത്. എന്നാ നോക്കാം നമുക്ക്. Ends of the fuse wire must be connected firmly to the appropriate points. എന്താണ്, ഈ ഫ്യൂസ് വയറിന്റെ എൻഡിൽ എന്താണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സോക്കറ്റ് ഉണ്ടാവും. ഫ്യൂസ് വയർ ഘടിപ്പിക്കുന്ന ഒരു സോക്കറ്റ് ഉണ്ടാവും. അതിന്റെ എന്താണ്, അത് ടൈ ചെയ്ത് വെക്കാൻ രണ്ട് എൻഡും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് ദ അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. എന്താണ്, ബലത്തില് എന്താണ് ഈ പോയിന്റ്സിൽ കറക്റ്റ് ആയിട്ട് ചുറ്റി വെക്കണം എന്നാണ് പറയുന്നത്. എന്താണ്, എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് ദ അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. നല്ല ഫേംലി എന്താണ്, നല്ല ശക്തിയല്ല, നല്ല സുരക്ഷിതമായിട്ട് ഉറപ്പിച്ച് കെട്ടിവെക്കാന്നൊക്കെ പറയും അല്ലെ. അപ്പൊ അപ്രോപ്രിയേറ്റ് പോയിന്റ്സിൽ അത് വെക്കേണ്ട സ്ഥാനത്ത്, ഫ്യൂസ് വയറിന് ഒരൊറ്റ ഇവിടെ ഒരൊറ്റ ഇവിടെയാണല്ലോ. അപ്പൊ അത് വെക്കേണ്ട സ്ഥാനത്ത് അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫേംലി ആയിട്ട് അല്ല എപ്പോഴും പെട്ടെന്ന് പൊട്ടി ഊരിപ്പോതോ അങ്ങനെ അല്ലാണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് കെട്ടിവെക്കണം. നമുക്ക് കാണാൻ പറ്റും ഫ്യൂസ് വയർ സോക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് കെട്ടിവെക്കാനുള്ള കറക്റ്റ് സ്ഥലം ഉണ്ട്. അപ്പൊ ആ കറക്റ്റ് സ്ഥലത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് അത് കെട്ടിവെക്കണം എന്നാണ് പറയുന്നത്. The fuse wire should not project out of the carrier base. Carrier base പറഞ്ഞാൽ ഇങ്ങനെ സാധനം ഉണ്ടെന്ന് വയ്ക്കുക അല്ലെ. നമ്മൾ കുത്തിക്കുന്ന സാധനം ഉണ്ട്. അപ്പൊ ഈ ഫ്യൂസ് വയർ നമ്മൾ ചുറ്റി കഴിഞ്ഞാൽ എന്താണ്, വേഗം ചിറ്റാൻ നമ്മള് ഫ്യൂസ് വയർ ചിറ്റിക്കാൻ വേണ്ടി മുമ്പ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. അപ്പൊ എന്താണ്, കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ചുറ്റി വെക്കും. എന്താണ്, അതിന് ആ നമ്മൾ വെക്കുന്ന ആ ക്യാരി ചെയ്തിട്ട് പുറത്തേക്ക് ഈ ഫ്യൂസ് വയർ വരാൻ പാടില്ല. ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ കാരിയർ. നമ്മുടെ തേർഡ് പോയിന്റ് ആണ്. തേർഡ് പോയിന്റ് എന്ന് നമുക്ക് എഴുതാം, ഫ്യൂസ് വയർ ഓഫ് സ്യൂട്ടബിൾ ആംപറേജ് മസ്റ്റ് ബി സെലക്ടഡ്. ആംപറേജ് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്യൂസ് വയർ സെലക്ട് ചെയ്യാൻ. ഓരോ ഡിവൈസിനും എന്താണ്, ആംപറേജ് വ്യത്യാസം ഉണ്ടാവും. എന്താ, ഓരോ എക്യുപ്മെന്റിന്റെ പവർ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ആംപറേജ് വ്യത്യാസം വരും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്യൂസ് വയർ സെലക്ട് ചെയ്യാൻ. നമ്മൾ സേഫ്റ്റി ഫ്യൂസിന്റെ ടോപ്പിക് കഴിഞ്ഞു. സേഫ്റ്റി ഫ്യൂസിൽ എന്താണ്, സേഫ്റ്റി ഫ്യൂസ് നമുക്ക് ഇതുപോലെ പറയാം.
സേഫ്റ്റി ഫ്യൂസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിൻ ആണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കിയാണ്. സേഫ്റ്റി ഫ്യൂസ് എന്ത് ഡിവൈസ് ആണ്? നമ്മുടെ എന്താണ് ഒരു സർക്യൂട്ടിലേക്ക് ഒരു എക്സസീവ് കറണ്ട് വരുമ്പോൾ നമ്മുടെയും നമ്മുടെ എക്യുപ്മെന്റ്സിനെയും സേഫ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. പിന്നെ സേഫ്റ്റി ഫ്യൂസ് എന്താണ് സംഭവിക്കുന്നത്? ഒരു ഹൈ കറണ്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യണ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ മെൽറ്റ് ആവും. മെൽറ്റ് ആവാൻ കാരണം എന്താണ്? ഫ്യൂസ് വയർ എപ്പോഴും ലോ മെൽറ്റിംഗ് പോയിന്റുള്ള ഫ്യൂസ് വയർ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ പഠിച്ച് ആംബറേജ് കാര്യം പഠിച്ചു അല്ലെ. അപ്പൊ ഫ്യൂസ് വയർ ആംബറേജ് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ വീട്ടില് നമ്മൾ ഫ്യൂസ് വയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സർക്യൂട്ടിൽ നമ്മൾ ഫ്യൂസ് വയർ ഒഴിക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത ടോപ്പിക്കാണ് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വീട്ടിൽ ബൾബൊക്കെ മേടിക്കില്ലേ? പണ്ടത്തെ ബൾബില്ലേ, നമ്മുടെ LED ബൾബ് അല്ലാത്ത ബൾബ്സ് ഒക്കെ ആണെങ്കിൽ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അതിന്റെ റീഡിങ് മാറി. ഇപ്പോഴത്തെ LED ബൾബിനുണ്ട്. മറ്റേ ബൾബിനാണെങ്കിൽ അതിന്റെ പുറമെ ഇങ്ങനെ 60 വോട്ട് അല്ലെങ്കിൽ 40 വോട്ട് 100 വാട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ പവർ കൂടി അതിന്റെ മീതെ അവര് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബൾബുകൾക്കും കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ എവിടെയെങ്കിലും എന്താണ് അത് എത്ര പവറാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ എന്താ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ. അതേപോലെ ഏത് മേടിച്ചാലും എന്ത് എക്യുപ്മെന്റ് ടിവി മേടിച്ചാലും ഫ്രിഡ്ജ് മേടിച്ചാലും ഫാൻ മേടിച്ചാലും ഒക്കെ എന്തുണ്ടാവും? അതിന്റെ പവർ എത്രയാണ് അവർ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പവർ, ആ പവറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് പവർ. അപ്പൊ നമുക്ക് നോക്കാം. യു ഹാവ് നോട്ടീസ് ദ മാർക്കിംഗ് ഓഫ് 500 വാട്ട് ഓൺ എ ഇലക്ട്രിക്കൽ അപ്ലയൻസ്. അപ്പൊ നമുക്ക് എന്താണ് മിക്സി ഒക്കെ ആണെങ്കിൽ 500 വാട്ടിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ്. നിങ്ങൾ മിക്സിയുടെ എവിടെയെങ്കിലും നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കാണാൻ പറ്റും 500 വാട്ട് എന്ന് കാണാൻ പറ്റും. അപ്പൊ എന്താണ് 500 വാട്ട്? ഇതിന്റെ പവർ ആണ് ഈ 500 വാട്ട് എന്ന് കാണിക്കുന്നത്. ആ മിക്സി എടുക്കുന്ന പവർ ആണ് 500 വാട്ട്. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പവറിനെ സൂചിപ്പിക്കുന്നതാണ്. പവറിന്റെ യൂണിറ്റാണ് വാട്ട്. W ജെയിംസ് വാട്ട് പവറിന്റെ യൂണിറ്റാണ് വാട്ട്. അപ്പൊ electric appliance works by making use of electric energy. അറിയാലോ, ഒരു ഇലക്ട്രിക് അപ്ലയൻസ് എന്താണ്? ഇലക്ട്രിക് എനർജിനെ സ്വീകരിച്ചിട്ടാണല്ലോ വർക്ക് ചെയ്യുക. ടെലിവിഷൻ ആയാലും റെഫ്രിജറേറ്റർ ആയാലും ഫാൻ ആയാലും ലൈറ്റ് ആയാലും എങ്ങനെ വർക്ക് ചെയ്യുക? ഇതൊക്കെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് അല്ലെ. ഇലക്ട്രിക്കൽ ഡിവൈസസ് എപ്പോഴും ഇലക്ട്രിക്കൽ എനർജിനെ സ്വീകരിച്ചിട്ടായിരിക്കും അവര് വർക്ക് ചെയ്യുക. പവർ ഈസ് വർക്ക് ഡൺ പെർ യൂണിറ്റ്. മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് പറയുന്നതാണ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. ഈസ് ഈക്വൽ ടു W/T എന്ന് നിങ്ങൾ 9-8 പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ് പവർ എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പവർ എന്ന് നോക്കാം. പവറുടെ ഡെഫിനിഷൻ: the amount of energy consumed by an electrical appliance in unit time is its power. എന്താണ്? ഒരു നിശ്ചിത സമയത്ത് ഒരു ഉപകരണം എന്താണ് എടുക്കുന്ന സ്വീകരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിനെയാണ് നമ്മൾ അതിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ടൈമില് ഒരു ഉപകരണം സ്വീകരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക്കൽ എനർജിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? the amount of energy on electrical energy, the amount of energy consumed by an electrical appliance in unit time. ഓരോ യൂണിറ്റ് ടൈം ഉണ്ട്. ആ യൂണിറ്റ് ടൈമില് ഓരോരോ അപ്ലയൻസും എടുക്കുന്ന എനർജിനെ പറയുന്നതാണ് അവരുടെ പവർ. അപ്പൊ ഓരോരോ അപ്ലയൻസിനും ഓരോരോ പവർ ആയിരിക്കും. കാരണം എന്താണ്? അപ്ലയൻസിന് എന്താണ് അവരെടുക്കുന്ന എനർജി ടിവിയുടെ എനർജി ആയിരിക്കില്ല നമ്മുടെ മിക്സി എടുക്കുന്നത്. മിക്സിയുടെ എനർജി ആയിരിക്കും നമ്മുടെ മോട്ടർ എടുക്കുന്നത് അല്ലെ. അപ്പൊ ഓരോ എക്യുപ്മെന്റ്സും എടുക്കണ കൺസ്യൂം ചെയ്യണ എനർജിനെ അനുസരിച്ച് അവരുടെ പവർ കൂടും അല്ലെങ്കിൽ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് ടൈമില് ഒരു അപ്ലയൻസ് ഒരു ഉപകരണം സ്വീകരിക്കുന്ന ഇലക്ട്രിക് എനർജി. അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യത്തിന് അവർ ഇലക്ട്രിക്കൽ എനർജി സ്വീകരിക്കുമല്ലോ. ഇലക്ട്രിക്കൽ എനർജി സ്വീകരിച്ചിട്ട് വേണം അവർക്ക് അവരുടെ ജോലി ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്തോരം ഇലക്ട്രിക്കൽ എനർജി ആണ് അവരുടെ ജോലി ചെയ്യാനായിട്ട് സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്ന എനർജിനെ അല്ലെങ്കിൽ ആ എന്താണ് ഊർജത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അപ്പൊ പവറിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാനായിരുന്നു. ഇനി പവറിന് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? പവർ നമ്മൾ വർക്ക് ഡൺ ബൈ ടൈം ആണ് പവറിന്റെ അല്ലെ. പവർ ഇസ് ഈക്വൽ ടു work done by time. Work done by time ആണ് പവർ. ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് 8ലും 9ലൊക്കെ പഠിച്ചിട്ടുണ്ട്.
അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്സ് എന്ന് പറയും. വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്. ബൾബുമേ അല്ലെങ്കിൽ നമ്മുടെ ഇതുമൊക്കെ എന്താണ് എക്യുപ്മെന്റ്സിലൊക്കെ വാട്ട് എന്നായിരിക്കണം. W500 വാട്ട്, 750 വോട്ട് അങ്ങനെയും കണ്ടിട്ടുണ്ട് അല്ലേ? വാട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പവറിന്റെ യൂണിറ്റ്. ഒരു യൂണിറ്റ് ഉണ്ട്. എന്തായിരിക്കും? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണ്? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് എന്താണ്? ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ ജൂൾ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് തന്നെയാണ്? പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പൊ പവറിന് അതുപോലെ നമുക്ക് വാട്ടിനെ എഴുതാം, ഓർ എന്തിനെ എഴുതാം? ജൂൾ ബൈ സെക്കൻഡ്. രണ്ടും നമ്മൾ പവറിന്റെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കും. യൂണിറ്റ് ഓഫ് പവർ. നമ്മള് പവർ കണ്ടു, പവറിന്റെ യൂണിറ്റ് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഈ പവർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ് ഇപ്പോൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേഷനിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ജൂൾസ് ലോ അനുസരിച്ച് പറഞ്ഞു എന്താണ്? നമ്മൾ കറണ്ട് വരുമ്പോ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? ഹീറ്റ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിനെ സർക്യൂട്ടിൽ സ്വീകരിക്കുമ്പോൾ അവിടെ എന്താണ് സ്വീകരിക്കുന്ന എനർജിക്ക് അനുസരിച്ചുള്ള ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പൊ വർക്ക് ഡൺ, ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വർക്ക് ഡൺ എഴുതുന്നത്. ആ ഹീറ്റ് ആ ഡിവൈസ് നമുക്ക് തന്നെ ഹീറ്റിനെയാണ് നമ്മൾ അവിടെ വർക്ക് ഡൺ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് വർക്ക് ഡണ്ണ് പോലെ എന്ത് ചെയ്താം? പവർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം എന്ന് എഴുതാം. കാരണം എന്താണ്? വർക്ക് ഡൺ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹീറ്റ് ആണ്. അപ്പൊ പവർ നമുക്ക് എങ്ങനെ എഴുതാം? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡണ്ണ് പകരം ഹീറ്റ് H ബൈ T എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ഞാൻ ഇക്വേഷൻ ഡെറിവ് ചെയ്യാൻ പോകണ്ട. Work done, power is equal to work done by time. നമ്മുടെ ജൂൾസ് ലോ അനുസരിച്ച് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മളവിടെ ചെയ്ത ജോലി എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഡൺ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹീറ്റ് ജനറേറ്റഡ് ആണല്ലോ. വർക്ക് ഡൺ ഈക്വൽ ടു ഹീറ്റ് അല്ലെങ്കിൽ എച്ച്. അപ്പൊ നമുക്ക് ഈ പവറിന്റെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? വർക്ക് ഡണ്ണിന് പകരം നമുക്ക് ഇനി ഹീറ്റിന് എഴുതാം. എഴുതാലോ? പവറിന് ഞാൻ പി എന്നാണ് എഴുതുന്നത്. അപ്പൊ പി ഈക്വൽ ടു വർക്ക് ഡണ്ണിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ എച്ച്, ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം. എഴുതാലോ? ഹീറ്റ് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. പവർ എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് പകരം ഹീറ്റ് വരും ഡിവൈഡ് ബൈ ടൈം. P is equal to H by T. അതൊരു ഇക്വേഷൻ ആണ്. P is equal to H by T. ഇനി നമുക്ക് എന്താണ് അറിയാവുന്നത്? H നിങ്ങൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട്? അക്കോർഡിംഗ് ടു ജൂൾസ് ലോ അല്ലെ? ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾസ് നിയമപ്രകാരം H എന്ന് പറയുന്നത് എന്താണ്? H എന്ന് പറയുന്നത് ഇക്വേഷൻ ആയിട്ട് പഠിച്ചു. H is equal to I square RT ആണ്. പഠിച്ചില്ലേ? ജൂൾസ് ലോ അനുസരിച്ച് H എന്ന് പറയുന്നത് I square RT ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഈ ഇക്വേഷനിൽ എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ട് I square RT കൊടുക്കാൻ പോകണം. അപ്പൊ എന്ത് വരും? പവർ P is equal to എച്ചിന് പകരം എന്ത് വരും? I square RT. I square RT divided by T. ഇവിടെ കോമൺ ഉണ്ട് അല്ലെ? ഈ ടിയും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ടിയും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ബാക്കി P എന്താണ്? P is equal to I square R. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ ഇക്വേഷൻ ആണ്. P is equal to I square R ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇനി ഓംസ് ലോ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകണം. ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഓംസ് ലോ വഴി എന്താണ്? I is equal to V by R എന്നാണ് അല്ലെ? ഇനി ഓംസ് ലോ അനുസരിച്ച് I is equal to കറണ്ട് എന്ന് പറയുന്നത് V by R എന്നറിയാലോ. അപ്പൊ നമ്മൾ ഇനിയും എന്ത് ചെയ്യാൻ പോകണം? ഈ P is equal to I square R എന്ന് Iക്ക് പകരം V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു. P is equal to I square R എന്ന് കണ്ടുപിടിച്ചു അല്ലെ? P is equal to I square R. എന്താണ്? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ I സ്ക്വയറിന് പകരം V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. കാരണം എന്താണ്? ഓംസ് ലോ അനുസരിച്ച് I എന്ന് പറയുന്നത് V by R ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഈ എന്താണ്? ഈ Iക്ക് പകരം എന്ത് കൊടുക്കണം? ഇവിടെ Iക്ക് പകരം നമ്മൾ V by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും.
അപ്പൊ എങ്ങനെ വരും നോക്കാം. പി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ. ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു വി ബൈ ആർ സ്ക്വയർ. ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഐ സ്ക്വയർ ആണ്. അപ്പൊ എന്തൊരു വി ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ എഴുതാലോ. വിക്കും ആറിനും സ്ക്വയർ ഉണ്ട്. വി ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഇങ്ങനെ ഒന്നും അല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഞാൻ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതി വയ്ക്കാം. എന്താണ് ഈ സ്ക്വയറിന് രണ്ടിന് കോമൺ ആണ് അല്ലെ. രണ്ടിനും ഈ സ്ക്വയർ ഭാഗമുണ്ട്. ഈ സ്ക്വയറിനെ ഉള്ളിലേക്ക് ഇട്ടു. പി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഇനി എവിടെയാണ് ഇവിടെ ആർ സ്ക്വയർ എന്താണ് രണ്ടാർ. ആർ ഇൻറ്റു ആർ ആണല്ലോ ആർ സ്ക്വയർ ആവാം. ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ രണ്ടാറുണ്ട്. അപ്പൊ ഓരോ ആറ് വീതം രണ്ടിനും ക്യാൻസൽ ചെയ്ത് പോകും ഇല്ലേ. അപ്പൊ ഇവിടുത്തെ ഒരു ആറും പോയി, ഇവിടുത്തെ ഒരു ആറും പോയി. ബാക്കി എന്താണുള്ളത്? പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ. അപ്പൊ അടുത്ത ഇക്വേഷൻ കിട്ടി. പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ആർ. മനസ്സിലായല്ലോ. മൂന്ന് ഇക്വേഷൻ കണ്ടു. ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട്. അതൊക്കെ ബോർഡ് മാറ്റിയിട്ട് ഒരു എഴുതാനായിട്ട്. അപ്പൊ ഞാനിത് മാറ്റിയാണ്ട് അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ തുടങ്ങിയാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് എഴുതി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ എഴുതാൻ പോണത്. എഴുതുന്നത് നമ്മള് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊരു ഇക്വേഷൻ ആണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ. പവർ കണ്ടുപിടിക്കാനുള്ള വേറെ ഇക്വേഷൻ ഐ സ്ക്വയർ ആണ്. പവർ കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ പി സ്ക്വയർ ആണ്. ഞാൻ രണ്ടുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ വെച്ചിട്ടാണ് നമ്മൾ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്. നമ്മൾ ഓംസ് ലോ അനുസരിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓംസ് ലോ അനുസരിച്ച് ആറിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഓംസ് ലോ അനുസരിച്ച് ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, വി ബൈ ആർ കൊടുത്തു അല്ലെ. ഇനി നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓംസ് ലോ അനുസരിച്ച് ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് വി ബൈ ഐ ആണ്. ആണല്ലോ. ട്രയാങ്കിൾ നോക്കുന്നില്ലേ? വി ഐ ആർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറാണ്. ആർ എന്ന് പറയുന്നത് വി ബൈ ഐ. ആർ ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഓംസ് ലോ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ആറിന് പകരം നമ്മൾ വി ബൈ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറിൽ ആറിന് പകരം നമ്മൾ വി ബൈ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പൊ എന്ത് സംഭവിക്കും? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറിന് പകരം വി ബൈ ഐ ആണല്ലോ. ഇത് നോക്കിയേ, ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ രണ്ട് ഐ ഉണ്ട്. അപ്പൊ ഓരോ ഐ വീണ്ടും രണ്ടിനും ക്യാൻസൽ ആയി പോലെ. ഇവിടുത്തെ ഒരു ഐ പോയി, ഇവിടുത്തെ ഒരു ഐ പോയി. ബാക്കി എന്താണുള്ളത്? പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പൊ നമ്മള് പവർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചു. പവർ കണ്ടുപിടിക്കാൻ നമുക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. 4 ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നുപോലെ പറയാം, ഈ ഐ സ്ക്വയർ വി ബൈ ഐ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി മനസ്സിലായി. ഐ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഐ ഇൻറ്റു ഐ ആണ് ഐ സ്ക്വയർ. ഇൻറ്റു വി ബൈ ഐ. ഈ ഒരു ഐ പോകുമ്പോൾ ബാക്കി എന്താണുള്ളത്? ഐ വി. അപ്പൊ നമ്മൾ എന്ത് പറയും? വി ഐ എന്ന് പറയും, അല്ലെങ്കിൽ ഐ വി എന്ന് പറയും. ഇവിടെ അങ്ങനെയാണ് കട്ടിങ് കയറുന്നത് കേട്ടോ. ഇവിടെ ഇതേപോലെ തന്നെ വി സ്ക്വയർ ഇൻറ്റു ആർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആറുണ്ട്, 6 ഇൻറ്റു ആറുണ്ട്. അതാണ് ഞാൻ 2 ഒരു 6 കിട്ടി. ഒരു 6 വീതം രണ്ട് സ്ഥലത്തു നിന്നും പോകും. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? പവർ, ഇലക്ട്രിക് പവർ അല്ലെ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഉപകരണം വർക്ക് ചെയ്യാൻ കുറച്ച് എനർജി സ്വീകരിക്കും. എന്ത് എനർജി? ഇലക്ട്രിക്കൽ എനർജിനെ സ്വീകരിക്കും. ആ ഇലക്ട്രിക്കൽ എനർജിയാണ് എന്താന്ന് പറയുന്നത്? അതിന്റെ പവർ എന്ന് പറയുന്നത്. ആ ഉപകരണം സ്വീകരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മളതിന്റെ പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് ടൈമില്. അപ്പൊ നമ്മൾ പവർ യൂണിറ്റ് വാട്ട് കണ്ടു, അല്ലെങ്കിൽ ജൂൾ ബൈ സെക്കൻഡ് എന്ന് പറയും. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എനിക്ക് അറിയാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്, താഴ്ന്ന ക്ലാസ്സിലൊക്കെ പഠിച്ചത് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം എന്നാണ്. അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങി. നമ്മുടെ 10ാം ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. എന്താണ്? അപ്പൊ ഇവിടെ ജൂൾസ് ലോയില് നമ്മൾ എന്ത് കണ്ടു? ജൂൾസ് ലോയില് നമ്മൾ കണ്ടു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കറണ്ടിന് പ്രൊപ്പോർഷൻ ആണല്ലോ അല്ലെ. കറണ്ട് കൂടുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കൂടും. അപ്പൊ നമ്മളോട് വർക്ക് ഡണ്ണായിട്ട് ഒരു ഉപകരണം ചെയ്ത ജോലി ആയിട്ട് എടുക്കുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെയാണ്. അത് എത്രമാത്രം ജോലി ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് വർക്ക് ഡണ്ണ് പകരം നമ്മൾ എന്ത് എടുക്കണം? ഹീറ്റ്. അപ്പൊ പവറിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? പവർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം.
പവർ ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം ആയിരുന്നു. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. പവർ ഇസ് ഈക്വൽ ടു ഹീറ്റ് ബൈ ടൈം. എന്താണ് നിങ്ങൾക്ക് അറിയാം, ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ ടി ആണ്. നമ്മൾ എച്ചിന് പകരം ഐ സ്ക്വയർ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഐ സ്ക്വയർ ആർ ടി ഡിവൈഡ് ബൈ ടി. അപ്പൊ ടി ടി ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി എന്താണുള്ളത്? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇനി ഈ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി രണ്ട് ഇക്വേഷൻസ് കൂടി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓംസ് ലോ നമുക്കറിയാം എന്താണ്, ഇവിടെ ഐയും ആറാണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഐക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം ഒരു ഇക്വേഷൻ കിട്ടാനായിട്ട്. അടുത്ത ഇക്വേഷൻ കിട്ടാനായിട്ട് ആറിന് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഓംസ് ലോ അനുസരിച്ച് ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ് അല്ലെ. ഐ എന്ന് പറയുന്നത് വി ബൈ ആർ. അപ്പൊ നമ്മള് ഈ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആറിന് ഐക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുക്കും. അപ്പൊ ഐ സ്ക്വയർ ആയതുകൊണ്ട് വി ബൈ ആർ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ആർ സ്ക്വയർ എന്ന് പറയുന്നത് ആർ ഇൻറ്റു ആർ ആണ് അല്ലെ. ഇൻറ്റു ആർ താഴത്തെ അതിലേക്ക് ഒരു ആറിനെ ക്യാൻസൽ ചെയ്ത് കളയും. ബാക്കി എന്താണുള്ളത്? വി സ്ക്വയർ ബൈ ആർ. അപ്പൊ നമുക്ക് പവർ കണ്ടുപിടിക്കാനുള്ള തേർഡ് ഇക്വേഷൻ കിട്ടി. പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അതെന്ത് ചെയ്യാം? നമ്മള് പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറിന് ആറിന് നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഐക്ക് ഓംസ് ലോ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ആറിന് കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മൾ ഐക്ക് ആറിന് അപ്ലൈ ചെയ്യാൻ പോകും. ഐക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. നമ്മൾ അടുത്ത് ആറാണുള്ളത് അല്ലെ. ആറിന് ഓംസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ അക്കോർഡിംഗ് ടു ഓംസ് ലോ ആർ എന്ന് പറയുന്നത് എന്താണ്? വി ബൈ ഐ ആണ്. അപ്പൊ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആറില് ആറിന് പകരം വി ബൈ ഐ ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? ഐ സ്ക്വയർ ഇൻറ്റു വി ബൈ ഐ. ഒരു ഐ ഇവിടെ രണ്ട് ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ആണുള്ളത് അല്ലെ. അപ്പൊ രണ്ട് ഓരോ താഴത്തിനും മുകളിലും ഓരോ ഐ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ഐ ഇൻറ്റു വി അല്ലെങ്കിൽ വി ഇൻറ്റു ഐ. അപ്പൊ പവറിന്റെ തേർഡ് ഇക്വേഷൻ എന്താണ്? ഫോർത്ത് ഇക്വേഷൻ എന്താണ്? വി ഇൻറ്റു ഐ. പവർ കണ്ടുപിടിക്കാൻ നമ്മൾ മൊത്തത്തിൽ 4 ഇക്വേഷൻസ് പഠിച്ചു. അപ്പൊ 4 ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പവർ കണ്ടുപിടിക്കാൻ വോൾട്ടേജ് റെസിസ്റ്റൻസ് തന്നെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം അല്ലെ. പവർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വോൾട്ടേജും കറണ്ടാ തന്നെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. പവർ കണ്ടുപിടിക്കാൻ ഹീറ്റും ടൈമാ തന്നെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പൊ കറണ്ട് റെസിസ്റ്റൻസ് തന്നെയെന്നുണ്ടെങ്കിൽ ഐ സ്ക്വയർ ആർ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പൊ 4 ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മൾ ഈ 4 ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാൻ. ഫസ്റ്റ് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടി. സെക്കൻഡ് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. തേർഡ് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. ഫോർത്ത് ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി എ. 4 ഇക്വേഷൻസും പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ഇക്വേഷൻസ് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. താങ്ക് യു.